ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ആട്ടുംകാൽ പായയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആട്ടുംകാൽ വേവിക്കാൻ വെക്കണം. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, മീഡിയം വലുപ്പമുള്ള സവാള 3 എണ്ണം നീളത്തിലരിഞ്ഞത്, പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുണ്ട്. കഴുകി വെച്ച ആട്ടുംകാൽ ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 3 സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുക്കർ അടച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ സമയം അതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 8 അല്ലി, ചെറുനാരങ്ങ നീര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പെരിഞ്ജീരകം, നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, 3 സവാള നീളത്തിലരിഞ്ഞത്, തക്കാളി 5 എണ്ണം, പിന്നെ മല്ലിയില. ഇത്രയും ഐറ്റംസാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. ഈ കറിയിൽ ഉള്ളി വഴറ്റിയിട്ടല്ല, പൊരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഉള്ളി പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കുറേശ്ശെയായി എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളി മൊത്തം കരിഞ്ഞു പോവും, പിന്നെ കറിക്ക് മൊത്തത്തിലൊരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ നമ്മൾ 2 ബാച്ചായി കുറേശ്ശെ ആയിട്ട് ഈ ഉള്ളി മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ഉള്ളി കൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായി പൊരിച്ചെടുക്കാം.
അങ്ങനെ ഉള്ളി മൊത്തം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നല്ല ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകമൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 5 മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്ത് നന്നായി മാഷ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞ് കിട്ടണം. അത് ഉടയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്നത് വരെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയൊക്കെ കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആട്ടും റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം, ഗ്രേവിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂടുവെള്ളം വേണം ചേർക്കാൻ. പച്ചവെള്ളം ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്. കുക്കറിനകത്ത് വേവിച്ച സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്കിവിടെ വെള്ളം കുറവുള്ള കാരണം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി എല്ലാതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക.
ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനത് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കുറച്ച് നേരം മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കറി നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതാണ് കറിയുടെ പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈം ജ്യൂസ് സെർവ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ്. ഈ രീതിയിൽ ആട്ടുംകാൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.